കേരളത്തിന് ഒരു കുന്നോളം ആവശ്യങ്ങൾ ഓരോ ബജറ്റിലും കേന്ദ്രത്തിന് മുന്നിൽ വെക്കാനുണ്ട്. കേരളം ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെങ്കിലും കിട്ടുമെന്ന് ഓരോ തവണയും പ്രതീക്ഷിക്കാറുമുണ്ട്. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം, വയനാട് പാക്കേജുമെല്ലാം ഇല്ലെങ്കിൽ അതെങ്കിലും നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തും എന്നാണ് കേരളം കണക്കുകൂട്ടിയത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എയിംസും കോച്ച് ഫാക്ടറിയും അടക്കമുള്ള കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളും നിരാകരിക്കപ്പെടുന്നു. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യം ചെയ്തുകൊണ്ടില്ല. ഇതോടെ കേരളത്തിന് നിരാശ നൽകുന്ന ഒരു ബജറ്റായി ഇത് മാറി എന്നുള്ളതാണ്. ഈ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ തന്നെ ലംഘിക്കുന്നതാണ് ബജറ്റിലെ പ്രഖ്യാപനം, ഇല്ലെങ്കിൽ ആ സമീപനം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. സംസ്ഥാനത്തിന് തുല്യ പരിഗണന ലഭിച്ചില്ല എന്ന് ധനമന്ത്രി വൈകുന്നേരം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കേരളത്തോടുള്ള ഈ പൂർണ്ണ അവഗണന തുടരുന്നത് ശരിയല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കേന്ദ്ര ബജറ്റിനെതിരായ വിമർശനങ്ങളെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ തള്ളി. സ്വാഭാവികമായിട്ടും അവർ തള്ളും. വയനാടിന് പാക്കേജ് അനുവദിക്കാൻ ഇത് കേരള ബജറ്റ് അല്ലല്ലോ എന്നായിരുന്നു. അത് വയനാടിനെ കൂടി പരിഹസിച്ചുകൊണ്ടുള്ളൊരു വാക്കായിരുന്നു കെ സുരേന്ദ്രന്റേത്. അത് ഇന്നെങ്കിലും പറയാതിരിക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എത്രത്തോളം അവഗണനയുണ്ട് എന്നതിനെക്കുറിച്ച് കൂടുതൽ ഗോപാൽ ശീലാസനൽ പറയും. ഗോപാല ചേരുന്നുണ്ട്. ഗോപാല, ഈ മുണ്ടക്കൈയുടെ കാര്യത്തിൽ വലിയ ദുഃഖമുണ്ട്. വലിയ അവഗണന കേരളം നേരിടേണ്ടി വരുന്നു. ആ വിഷയത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു? എത്ര വലിയ അവഗണനയാണ്? എങ്ങനെ പ്രതികരിക്കുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും? അതെന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്നോളം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ട് കുന്നിക്കുരു കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതിന് പോലും ഒരു വ്യക്തതയില്ലാത്ത തരത്തിലേക്കുള്ളൊരു കേന്ദ്ര ബജറ്റാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നത് വേണം നമ്മൾ ആ ഒരു രീതിയിൽ വേണം അതിനെ പരിഗണിക്കാനായിട്ടുള്ളത്. കാരണം നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അടിയന്തരമായി അത്യാവശ്യമായി കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. പ്രധാനമായും 24,000 കോടി രൂപ ഒരു പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. വയനാട് പുനരധിവാസത്തിന് വേണ്ടിയുള്ള മുണ്ടക്കൈ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച് വരുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുനരധിവാസ പാക്കേജ് കേരളം മുന്നോട്ട് വെച്ചിരുന്നു. കൂടാതെ തന്നെ ദേശീയ പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ ആ തരത്തിൽ പരിഗണിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. കൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ച എയിംസ് നിരന്തരമായി വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരു എയിംസ് എന്ന ആവശ്യം, കൂടാതെ തന്നെ ഒരു റെയിൽവേ കോച്ച് നിർമ്മാണശാലകൾ, ഇത്തരത്തിൽ ആ നിരന്തര ആവശ്യങ്ങൾ, വൻകിട പദ്ധതികൾ എന്തെങ്കിലും നൽകണം എന്ന ആവശ്യങ്ങൾ, ഇതൊന്നും തന്നെ ഒരു തരത്തിലും പരിഗണിക്കാത്തൊരു ബജറ്റായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ് പോയത്. അതിൽ ഏകദേശം 25 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അതിൽ 40,000 കോടി രൂപ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുല്യ പ്രാധാന്യം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പോലും ആ ഒരു തരത്തിലേക്കുള്ള ഒരു പരിഗണന പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടില്ല. ഇതിൽ കടുത്ത അതൃപ്തി സംസ്ഥാനത്ത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുണ്ട്. അതിനെ മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് കേരളത്തിന്റെ പ്രതീക്ഷകൾക്കെതിരായ അവഗണനയുടെ രാഷ്ട്രീയ രേഖയാണ് കേന്ദ്ര ബജറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും കാർഷിക മേഖലയെ കാര്യമായ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാർഷിക വിളകൾക്കുള്ള താങ്ങൂല വർദ്ധിപ്പിക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതുണ്ടായില്ല. കൂടാതെ തന്നെ ഈ റബ്ബർ, നെല്ല്, നാളികേര കൃഷികൾക്ക് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. അവയ്ക്കായി സമർപ്പിച്ച ഒരു പാക്കേജുകളും പരിഗണിച്ചിട്ടില്ല. കൂടാതെ തന്നെ റബ്ബറിന്റെ ഇറക്കുമതി വല്ലാണ്ടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കേരളം ദീർഘനാളുകളായി മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമായിരുന്നു ഈ കടമെടുക്കൽ വായ്പാ പരിധി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് ചെവിക്കൊണ്ടിട്ട് പോലുമില്ല. കൂടാതെ തന്നെ ഇത്തരത്തിൽ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിന് വല്ലാത്ത നിരാശയുള്ള ഒരു ബജറ്റ് എന്നതാണ് ഒറ്റ വാക്കിൽ ഒറ്റ നോട്ടത്തിൽ പറയേണ്ടത്. അതാണ് ഗോപാൽ പറഞ്ഞതുപോലെ ഈ ആദായ നികുതി ഉയർത്തിയ പ്രഖ്യാപനത്തിനൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പക്ഷേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒന്നും തന്നെ ബജറ്റിൽ ഇല്ല എന്ന വിമർശനമുണ്ട്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചും വലിയ നിരാശ. 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും, വയനാട് ദുരിതാശ്വാസത്തിനായി 2,000 കോടിയുടെ പാക്കേജും, എയിംസും വന്യജീവി പ്രശ്നവും പരിഹരിക്കാൻ 1,000 കോടിയുടെ പാക്കേജും, വിഴിഞ്ഞത്തിന് 5,000 കോടി പ്രത്യേക പാക്കേജ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ്. ഇതൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല, ഇല്ലെങ്കിൽ പെട്ടില്ല. അത്രയധികം അവഗണന കേരളത്തോടുണ്ടായി എന്ന യാഥാർത്ഥ്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.